ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് UP വിഭാഗം കുട്ടികൾക്ക് സ്കൂളുകളിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5. നമ്മൾ വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി ആചരിക്കുകയാണ്. നാം അധിവസിക്കുന്ന ഈ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിത്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക സന്ദേശം. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും കൊണ്ട് നമ്മുടെ ഭൂമി ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. അമിതമായ ചൂടും വരൾച്ചയും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം പ്രകൃതി നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഈ വരികൾ ഇന്ന് വളരെ പ്രസക്തമായി നിൽക്കുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളും അനാവശ്യമായ ഇടപെടലുകളും ദിനംതോറും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടിമുറിച്ചും കുന്നുകൾ ഇടിച്ചും പാടങ്ങൾ നികത്തിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുമെല്ലാം നാം പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള വികസനമല്ല, മറിച്ച് പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് നമുക്ക് വേണ്ടത്. കാടുണ്ടെങ്കിൽ നാടുണ്ട്, മരമുണ്ടെങ്കിൽ മഴയുണ്ട് എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. മുതിർന്ന കുട്ടികളായ നമുക്ക് ഈ വലിയ പ്രതിസന്ധിയിൽ ഒരിക്കലും കാഴ്ചക്കാരായി നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ സാധിക്കും. ഒരു മരം വെട്ടുമ്പോൾ 10 മരം നടാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയേ മതിയാവൂ. അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇല്ലാതാക്കിയും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലും പുഴകളിലും വലിച്ചെറിയുകയോ കത്തിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ടും ജലസംരക്ഷണത്തിനായി നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തും പ്രകൃതി സംരക്ഷണം എന്ന ഉദ്യമത്തിൽ നമ്മെക്കൊണ്ടാവും വിധം നമുക്കും പങ്കാളികളാകാം. നാം പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെയും തിരികെ സ്നേഹിക്കും. വരും തലമുറകൾക്കായി ഈ ഭൂമിയെ കൂടുതൽ ഊർജ്ജസ്വലവും തേജസ്സുമുള്ളതാക്കി മാറ്റുമെന്ന് ഈ നല്ല ദിനത്തിൽ നമുക്ക് ഒന്നിച്ചു പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.